ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് കൊണ്ട് കളഞ്ഞ ടീം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും പഞ്ചാബ് കിങ്സ്. 16 ക്യാച്ചാണ് കൊണ്ട് കളഞ്ഞത്. ശശാങ്ക് സിംഗ് മാത്രം കൊണ്ട് കളഞ്ഞത് 5 ക്യാച്ചാണ് ശശാങ്ക് സിംഗ് കൊണ്ട് കളഞ്ഞത്. ഇന്ന് 22 റൺസിലോ 28 റൺസിലോ നിൽക്കുമ്പോഴത്തേന് അക്ഷർ പട്ടേലിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, കൊണ്ട് കളഞ്ഞു. മേ ബി ആ അക്ഷർ പട്ടേലിന്റെ ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഈ ടീമിന് ജയിക്കാൻ കഴിഞ്ഞാനെ. അക്ഷർ പട്ടേൽ എടുക്കുന്ന സ്കോർ അത് കഴിഞ്ഞിട്ട് 56 റൺസ്, 22 28 എനിക്കറിയില്ല കറക്റ്റായിട്ട്. ക്യാച്ച് കൊണ്ട് കളയുന്നു, അക്ഷർ പട്ടേൽ വന്നിട്ട് 56 റൺസ് എടുക്കുന്നു. പഞ്ചാബ് മാനേജ്മെന്റ് സ്ട്രിക്ട്ലി പറഞ്ഞു റിയൽ പിടിക്കരുത്, നിങ്ങൾ ക്യാച്ച് പിടിക്കണമെന്ന്. ഒറ്റ ഒരാളും ഡ്രസ്സിംഗ് റൂമിനകത്ത് റീൽ പിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാച്ച് പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. നിസ്സാരമായിട്ടുള്ളൊരു ക്യാച്ച് അർഷ്ദീപ് സിംഗ് കൊണ്ട് കളഞ്ഞത്. ഇന്ന് ഇവർ കൊടുത്ത എക്സ്ട്രാ നോക്കുവാണെങ്കിൽ 18 എക്സ്ട്രാ ഇവർ കൊണ്ട് കൊടുത്തത്. അതിൽ 17 വൈഡാ ഇവരുടെ ബോർഡർമാർ എറിഞ്ഞത്. 17 വൈഡ്. ഡൽഹി വന്നിട്ട് താണ്ട 19 ഓവർ ആയപ്പോഴത്തേനെ കളി ജയിച്ചു. ഇന്ന് എവിടെയാണ് പഞ്ചാബ് കിങ്സ് ഈ മത്സരം തോറ്റത്? ശ്രേയസ് അയ്യന്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ക്യാപ്റ്റൻസി എന്ന് കാഴ്ചവെച്ചത്. എവിടെ ചഹാല്? അക്ഷർ പട്ടേൽ ബോൾ ചെയ്തില്ലെങ്കിൽ അതിനകത്തൊരു റീസൺ ഉണ്ടായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ ബോൾ ചെയ്യാൻ എല്ലാവരും ഒന്ന് മടിക്കും. പക്ഷേ ഒരു റൈറ്റ് ഹാൻഡ് ലെഗ് സ്പിന്നർ, IPL ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ, കഴിഞ്ഞ കളിയിലും ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നു. പക്ഷെ ഒരുപാട് ക്യാച്ചസ് കൊണ്ട് കളഞ്ഞായിരുന്നു കഴിഞ്ഞ കളിയിലും ചഹാലിന്റെ. അങ്ങനെ ഒരു ബോളറെ ഒറ്റ ഒരു ഓവർ എറിയിപ്പിച്ചില്ല. അവിടെ അശുതോഷ് ശർമ്മ ബാറ്റ് ചെയ്തപ്പോഴത്തേന് കൊണ്ടുവരാമായിരുന്നു, ഒരു ഓവറൊന്ന് എറിയാൻ കൊടുക്കാമായിരുന്നു. ഇന്നത്തെ പിച്ച് നോക്കുകയാണെങ്കിൽ പേസ് ബോളർമാരെ തുണയ്ക്കുന്നുണ്ടെങ്കിലും ബ്രേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. മേ ബി ചഹാൽ വന്ന് അവിടെ വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ കളി മാറിപ്പോയാനെ. നിങ്ങൾക്ക് പ്ലേ ഓഫ് റേസിലോട്ട് പിന്നെയും പോകാമായിരുന്നു. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ടോപ്പിൽ വരാമായിരുന്നു പഞ്ചാബിന്. ചഹാൽ അവിടെ ഓവർ കൊടുത്തിരുന്നെങ്കിൽ അർഷ്ദീപ് സിംഗിന്റെ ഓവർ വന്നേനെ ഡെത്ത് ഓവറിനകത്ത്. മേ ബി കളി അല്പം കൂടെ ടൈറ്റ് ആയി പോയേനെ. മേ ബി മാർക്കോ യാൻസന്റെ ഓവർ വന്നേനെ ഡെത്ത് ഓവറിനകത്ത്. നോക്കുവാണെങ്കിൽ അർഷ്ദീപ് സിംഗിനെ മാർക്കോ യാൻസന്റെ ഒക്കെ ഓവർ നോക്കുവാണെങ്കിൽ മുമ്പേ കഴിഞ്ഞു. അവസാനം ബോൾ ചെയ്യാൻ വേണ്ടി സ്റ്റോയിനിസ് മാത്രമായിട്ട് മാറി. പിന്നെ യാഷ് താക്കൂർ എന്ന് പറയുന്ന ഒരു ബോളർ, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറെ കൊണ്ടുവന്നിട്ട് അടി വാങ്ങിച്ചു കൊടുക്കുന്നു. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയതാ. പവർ പ്ലേക്കകത്ത് 3 വിക്കറ്റ് പോയൊരു ടീമാണ്. 30 റൺസിനകത്ത് 3 വിക്കറ്റ് പോയൊരു ടീമാണ് ഡൽഹി. 70 റൺസിനകത്ത് 4 വിക്കറ്റ് പോയൊരു ടീമാണ്. അവിടുന്ന് മാച്ചിലേക്ക് തിരിച്ചു വരാൻ പഞ്ചാബ് കിങ്സിന് കഴിയുന്നില്ല. പഞ്ചാബ് കിങ്സിന്റെ ബോളർമാർക്ക് കഴിയുന്നില്ല. ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞ ക്യാപ്റ്റനെ കൊണ്ട് കഴിയുന്നില്ല. പഞ്ചാബിന്റെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് കൊടുത്തു പ്രിയാൻ ഷാരിയ. 3 ഓവറിനകത്ത് 51 റൺസ്. IPL നോക്കുവാണെങ്കിൽ വേഗമേറി 50 റൺസ് പാർട്ണർഷിപ്പാണ് ഇന്ന് കണ്ടെത്തിയത്. 3 ഓവറിനകത്ത്, അത് 2.4 ഓവറിനകത്തോ 5 ഓവറിനകത്തോ നോക്കുവാണെങ്കിൽ 50 കടന്നു. 3 ഓവറിനകത്ത് ആയപ്പോഴത്തേന് 51 റൺസ് വന്നു. 6 ഓവറിനകത്ത് 71 റൺസ്, ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രിയാൻ ഷാരി നോക്കുവാണെങ്കിൽ എല്ലാ ബോളർമാരെയും ഫസ്റ്റ് ബോൾ 6 അടിച്ചാൽ തുടങ്ങിയത്. ആദ്യത്തെ ഓവറിനകത്ത് 22 റൺസാണ് എടുത്തത് മിച്ചൽ സ്റ്റാർക്കിനെതിരെ. ലുങ്കി ഇങ്കിടി വരുന്നു, 17 റൺസ് വഴങ്ങുന്നു. നോക്കുവാണെങ്കിൽ അവർ മെയിൻ ബോളർമാരുടെ റിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മിച്ചൽ സ്റ്റാർക്കിന് ഇങ്ങനെ